ഛോ, ഈ ആന്റിയുടെ ഒരു ബുദ്ധി. പുരാണ കഥകളിലൊക്കെ ഇതുപോലെ ബുദ്ധിമതികളായ സ്ത്രീകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായി. മന്ദരയല്ലേ നീ ഉദ്ദേശിച്ചത്? എടി കൊച്ചേ, എല്ലാ പുരാണങ്ങളിലും കൊല്ലും കൊലയൊക്കെ ഉണ്ടായതേ സ്ത്രീകൾക്ക് വേണ്ടിയാ. രാമായണത്തിൽ അത് സീതയ്ക്ക് വേണ്ടി, മഹാഭാരതത്തിൽ അത് ദ്രൗപദിക്ക് വേണ്ടി. അത്രേ ഉള്ളു വ്യത്യാസം. ഇവിടെ ഇപ്പോ നിങ്ങക്ക് ആ റോള്. അമ്മ നോക്കിക്കോ, ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഈ വീട്ടിൽ സമാധാനമില്ലായ്മയുടെ ദിവസങ്ങളായിരിക്കും. ഓരോ ദിവസവും വഴക്കുണ്ടാക്കാൻ ഓരോ കാരണങ്ങൾ ഞങ്ങൾ കണ്ടുപിടിക്കും. അത് മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ സ്വാതിയെ ജീവിതത്തിൽ ആദ്യമായിട്ടാ നീ ഇന്നടിക്കുന്നത്, ശരിയല്ലേ? അതെ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അവർ തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നില്ലേ? അതിനെന്താ? എടി മോളെ, ഇന്ന് കിട്ടിയ അടി സ്വാതി ഒരിക്കലും മറക്കില്ല. മറക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. സ്വാതിയും നീലും തമ്മിലുള്ള വഴക്ക് ഇനിയും കൂട്ടാനുള്ള എല്ലാ പദ്ധതികളും നിങ്ങൾ നടപ്പിലാക്കണം. ഒടുവിൽ പരസ്പരം അടികൂടി സമാധാനമില്ലാതെ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോണം. എന്ന് വെച്ചാ നീൽ അവളെ ഡൈവോഴ്സ് ചെയ്യണോന്ന് മനസ്സിലായോ? മനസ്സിലായമ്മേ. ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ ഞങ്ങൾ പ്രശ്നങ്ങൾ ഒപ്പിച്ചോളാം. സപ്പോർട്ട് ചെയ്യാനേ ഇടയ്ക്കിടെ അമ്മ ഇതുപോലെ ഒന്ന് വന്നാ മതി. ആന്റി ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് നിന്നാ മതി. 6 മാസം പോയിട്ട് 6 ദിവസം വേണ്ട അവര് തമ്മിൽ പിണക്കി രണ്ടാക്കി മാറ്റാൻ. അമ്മേ, എന്റെ രാജീവേട്ടന് വേണ്ടി ഈ ഗൗരി ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. അവളീ വീട്ടിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് പടിയിറങ്ങി പോകുന്ന ദിവസം അത് കാണാൻ അമ്മയെ ഞങ്ങൾ ക്ഷണിക്കും. ഒരു പുത്തൻ പട്ടുസാരിയൊക്കെ ഉടുത്ത് ഒരു രാജ്ഞിയെ പോലെ എന്റെ അമ്മ വരണം. ഈ വീടിന്റെ സർവാധികാരിയായിട്ടുള്ള ഈ ഗൗരിയുടെ പടിയേറ്റം കാണാൻ. മോളെ, മഹേഷേട്ടൻ പറഞ്ഞു മോക്കവനെ അറിയില്ലെന്ന്. അത് വിശ്വസിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മനസ്സ് സമ്മതിക്കുന്നില്ല. രാജീവ് ഈ വീട്ടിലേക്ക് താമസിക്കാൻ വരുന്നതിന് എന്നെ ഞാൻ എതിരായിരുന്നു. എന്നിട്ടും എന്റെ വാക്ക് കേൾക്കാതെ അവൻ ഇവിടേക്ക് വന്നു. അപ്പോഴും എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ടായിരുന്നു. ഗൗരിയുടെ അമ്മ ഈ വീട്ടിലില്ലെങ്കിലും ആ സ്ഥാനത്ത് നീ ഇവിടെ ഉണ്ടല്ലോ എന്ന്. പക്ഷേ ആ നീ കാരണം അവനിങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട് മോളെ. അച്ഛാ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം അച്ഛൻ വിശ്വസിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഗൗരിയും നന്ദിനിയും നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം അവർക്ക് നിന്നോടുള്ള അസൂയ കൊണ്ടാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അതിൽ ചില സത്യങ്ങളുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിനക്കറിയാം അവൻ ആരാണെന്ന്. ഇവിടെയുള്ള എല്ലാവരിൽ നിന്നും നീ അത് മറച്ചു പിടിക്കണമെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. അവൻ ആ സുധി ഈ വീട്ടിലേക്ക് വഴിതെറ്റി വന്നവനല്ല. എവിടെയോ കിടന്നൊരു തെമ്മാടി വെറുതെ ഈ വീട്ടിൽ കയറി വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം. അതുമാത്രമല്ല, ആ ഏറാടിയുടെ കാര്യത്തിലും എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അയാൾ തന്നെയാണ് ചെന്നൈയിൽ വെച്ച് ഞാൻ കണ്ട രാമാനുജനെന്നും എനിക്ക് ഉറപ്പുണ്ട്. മോൾക്ക് ഒന്നും തോന്നരുത്. എൻ്റെ മോനെ ഞാൻ വഴക്കു പറഞ്ഞിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരാൾ അവനെ തല്ലുന്നത് എനിക്ക് സഹിക്കില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഭാനുമതിയെ ഞാൻ തല്ലി, ഇവിടെ വച്ച്. അത് നീ കാരണം. ഇതിനെല്ലാം കാരണക്കാരനായവനെ നീ ഇപ്പോഴും സംരക്ഷിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്ത. അച്ഛന്റെ മോനെ തല്ലി ഈ അവസ്ഥയിലാക്കിയവന്
ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. അച്ഛൻ വേറൊന്നും എന്നോടിപ്പോ ചോദിക്കരുത്. ഒരിക്കൽ അച്ഛൻ എല്ലാം അറിയും. അതുവരെ എന്നെ ശപിക്കരുത്. ഹലോ, ഏറടി അങ്കിളെ? മോളെ, അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാനവിടെ വന്നിരുന്നു. അറിഞ്ഞു. ഇവിടെ എല്ലാവർക്കും അങ്കിളിന്റെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. സുധി രാവിലെ വന്ന് ബഹളം ഉണ്ടാക്കിയതും അങ്കിളിന്റെ വരവും തമ്മിൽ ബന്ധമുണ്ടോന്ന എല്ലാവരുടെ സംശയം. ഞാനിപ്പോ എന്ത് ചെയ്യാനാ മോളെ? ഇതൊന്നും അറിയാതെയാ ഞാൻ അവിടെ വന്ന് കയറിയത്. ഇവിടെയും പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ് മോളെ. എന്തുപറ്റി? സുധി പിന്നെയും വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഉണ്ടാക്കിയ പ്രശ്നം ചെറുതല്ല. മോൾ എത്രയും പെട്ടെന്ന് ഇതുവരെ വന്നേ പറ്റൂ. വരാം. കുട്ടികളാകെ കരച്ചിലും ബഹളവാ. മോള് അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നാ അവരുടെ ആഗ്രഹം. ശരി, ഞാൻ പിന്നെ വിളിക്കാം. സ്വാതി, ആരായിരുന്നു ഫോണില്? ഒരു കൂട്ടുകാരിയായിരുന്നു, പക്ഷെ കട്ടായിപ്പോയി. കട്ടായതോ അതോ എന്നെ കണ്ടപ്പോ കട്ടാക്കിയതോ? സ്വാതി, എന്താടോ ഇതൊക്കെ? താൻ എന്തിനാ എന്നെ ഇന്ന് കാര്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? കള്ളം പറഞ്ഞ് ശീലമില്ലാത്തവരത് പറയുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. അതിനി ആവർത്തിക്കണ്ട. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇനി ചോദിക്കുന്നുമില്ല. ഒരു കാര്യം താൻ മനസ്സിലാക്കണം. തനിക്ക് തൻ്റെതായ എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ താനത് മിസ്യൂസ് ചെയ്യരുത്. എന്റെ ഭർത്താവിന്റെയും ഈ വീട്ടിന്റെയും അന്തസ്സിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല. ഇനി ചെയ്യുകയുമില്ല. ഏട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ ഇനിയും തല്ലാം. അതിലെനിക്കൊരു പരാതിയില്ല. മഹേഷേട്ടാ, ഒരു സൂചി കുത്തുന്ന വേദന പോലെ സഹിക്കാത്തവനാ എന്റെ മോൻ. എന്നിട്ടും ഇക്കണ്ട വേദന മുഴുവൻ സഹിച്ചത് നിങ്ങളോടും ഈ വീടിനോടുമുള്ള ആത്മാർത്ഥത കൊണ്ട് മാത്രമാ. അതുകൊണ്ട് ഇനിയെങ്കിലും അവന്റെ കാര്യത്തിൽ ഒരിത്തിരി ശ്രദ്ധ മഹേഷേട്ടൻ കാണിക്കണം. ഇനി അവനിങ്ങനെ വല്ലവരുടെയും കയ്യിൽ നിന്ന് തല്ല് വാങ്ങിക്കൂട്ടാനായിട്ട് ഇടവരുത്തരുത്. ഭാനുമതി, സംഭവിച്ചതിനൊക്കെ മാപ്പ് പറയാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ധർമ്മസങ്കടത്തിലാ ഇപ്പൊ എല്ലാരും. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഇനി ഇങ്ങനൊരു ദുരന്തം ഈ വീട്ടിലുണ്ടാവില്ല. ഓ, സ്വാതിയടുത്തി എന്ന് പറഞ്ഞ് 100 ജീവനോടെ നടന്നതാ എന്റെ മോൻ. അവനെ ഈ ഗതി വന്നത്. എന്റെ പൊന്നു മോളെ, ഇനിയെങ്കിലും നീ കാരണം അവന്റെ ചങ്ക് കലങ്ങരുത്. അമ്മ, ഒന്ന് ഞാൻ പറയാം. അമ്മയുടെ മകന്റെ ദേഹത്തുനിന്ന് പൊടിഞ്ഞ ചോരയ്ക്ക് അതിനുത്തരവാദിയായവരെ കൊണ്ട് കണക്ക് പറയിച്ചിരിക്കും ഈ സ്വാതി. അത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാ. അത് ഞാൻ തെറ്റിക്കില്ല. ഇനി നീ എന്താ കൊട്ടേഷൻ ജോലിയും കൂടെ ഏറ്റെടുക്കാൻ പോവാണോ? അല്ല, വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ തൊഴിലാക്കിയവരാ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്. ഇനി ഗുണ്ടായസത്തിന്റെ കുറവുകൂടി ഈ വീട്ടിലുള്ളൂ. മതി, ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. ഭാനുമതിക്ക് കുറച്ചു ദിവസം കൂടെ ഇവിടെ രാജുവിന്റെ കൂടെ നിൽക്കാമായിരുന്നു. അയ്യോ, എനിക്ക് എന്റെ മോന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ മഹേഷേട്ടാ? കണ്ടില്ലേ സതുവേട്ടന്റെ സ്വഭാവം? എന്നോട് പിണങ്ങി രാവിലെ പോയ പോക്ക് കണ്ടില്ലേ? ഇനി ഞാൻ ചെന്നില്ലെങ്കിൽ പിന്നെ അത് മതി. കൊച്ചുപിള്ളേരുടെ സ്വഭാവാ. ഗൗരി മോളെ, ഞാൻ എന്റെ മോനെ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. അമ്മ ഒന്നും പേടിക്കണ്ട, ഏട്ടൻ ഒരു കുറവും ഇവിടെ ഉണ്ടാവില്ല. ഭാനുമതി, ഇനി ഓഫീസിന്റെ ചുമതലകൾ രാജീവിനെ കൂടെ ഏൽപ്പിക്കാനാ ഞങ്ങളുടെ തീരുമാനം. ആണോ?
ഈശ്വരാ, എനിക്ക് സമാധാനായി. ഗിരിയുടെ കൂടെ ഓഫീസിലെ കാര്യങ്ങൾ രാജീവും കൂടെ പഠിച്ചു തുടങ്ങട്ടെ. ഭാവിയിൽ രാജീവിനെ ഏൽപ്പിക്കാനുള്ള ചില വലിയ പദ്ധതികൾ എന്റെ മനസ്സിലുണ്ട്. അയ്യോ, ഈ സ്നേഹവും കരുതലും ഒക്കെ എപ്പോഴും എന്റെ മോനോട് ഉണ്ടായാ മതി മഹേഷ് ഏട്ടാ. ഞാൻ എന്റെ വിഷമത്തിന് എന്തെങ്കിലും അവിവേകമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിച്ചേക്കണം മഹേഷ് ഏട്ടാ. ഭാനുമതി ഇവിടെ ആർക്കറിയാൻ പാടില്ലാതെ വിഷമം വരുമ്പം വലുതൊക്കെ പറയുന്നല്ലാതെ ഭാനുവിന്റെ മനസ്സ് ശുദ്ധമല്ലേ? എന്തായാലും മഹേഷ് ഏട്ടനെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ, എനിക്കത് മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ മഹേഷ് ഏട്ടാ. ഓ ആയിക്കോട്ടെ. ഇങ്ങനെ യാത്ര പറയാൻ എന്തായിരിക്കുന്നേ? അമ്മ പോയിട്ടെ അച്ഛനെയും കൂട്ടി വേഗം ഇങ്ങ് വന്നാ മതി. ശരി. ഓ ഓ മോളെ, അമ്മ പോവാണ്. എല്ലാം ഓർമ്മയുണ്ടല്ലോ, ഒന്നും വിട്ടുകൊടുത്തേക്കത്. കട്ടക്ക് പിടിച്ചോ. ശരി അമ്മേ. ടാറ്റാ മോളെ, ടാറ്റാ. എന്റെ പൊന്നു ഗൗരിയേച്ചി, ഇത് എന്ത് സാധനം? ഇങ്ങനെയുണ്ടോ ഒരു അഭിനയം? നീ എന്ത് കണ്ടു? ആ പോയതേ യൂണിവേഴ്സിറ്റിയാ, യൂണിവേഴ്സിറ്റി. എന്തോ ചേച്ച മനസ്സിലെന്തോ കാര്യമായിട്ട് കയറി കൂടിയിട്ടുണ്ടല്ലോ. കുറച്ചു ദിവസമായി ഒരാലോചന എന്നെ ഗൗരവമായിട്ട് അലട്ടാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഇന്നലെ മാലതി എന്നെ വീണ്ടും അത് ഓർമ്മിപ്പിച്ചു, സ്വപ്നത്തിൽ. അതും കൂടെ കൂട്ടി വായിച്ചപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം ഇത്ര വലുതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അച്ഛാ, ഇത്രയ്ക്ക് ഗൗരവമായിട്ട് ആലോചിച്ച് കൂട്ടണമെങ്കിൽ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. അച്ഛാ, അച്ഛൻ എന്താ പറ്റിയത്? പറയാം. പക്ഷേ അത് നീ മാത്രം അറിഞ്ഞാൽ പോരാ, ഈ വീട്ടിലെ എല്ലാവരും അതറിയണം. സ്വാതി, ഗൗരി, നന്ദിനിയോടെ? ഞങ്ങളിവിടെ ഉണ്ടോ ലിജ? ആ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും അതനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അച്ഛൻ പറഞ്ഞ ഏതെങ്കിലും കാര്യം ഞങ്ങള് ഇന്നുവരെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അച്ഛൻ പറഞ്ഞാൽ മതി, അത് എന്ത് തന്നെ ആയാലും ഞങ്ങൾ അനുസരിച്ചിരിക്കും. അത് മതി. മക്കളെ, അറിഞ്ഞോ അറിയാതെയോ കുറച്ചു നാളായി നമ്മുടെ വീട്ടിൽ ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ശത്രുതയോടെ ആളുകൾ വീട്ടിനകത്ത് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ വരാൻ പോകുന്ന വലിയൊരു ആപത്തിന്റെ സൂചനയാണെന്നാണ് മാലതി എന്നെ സ്വപ്നത്തിലൂടെ ഓർമ്മിപ്പിച്ചത്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ വലിച്ചൻ പറയുന്നേ? ഈ വീട്ടിലെ മുതിർന്ന സ്ത്രീകൾക്ക് വിശേഷ ദിവസങ്ങളിൽ വിളക്കൊളുത്താൻ അവകാശമുള്ള നമ്മുടെ കുടുംബക്കാവിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് എത്ര കാലമായി? മാലതി മരിക്കും വരെ അവളത് കൃത്യമായിട്ട് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടത് സ്വാതിമോള. അച്ഛാ, ഞാനോ? അതെങ്ങനെയാ അച്ഛാ? ഞാൻ ഈ വീട്ടിൽ ജനിച്ച ആളല്ലല്ലോ. അങ്ങനെ നോക്കിയാ ഗൗരിക്കല്ലേ അതിനുള്ള അവകാശം? അല്ല മോളെ, ഇതിനു മുമ്പ് വിളക്കുകൊളുത്തിയിരുന്നത് മാലതിയല്ലേ? അവളും വന്നു കയറിയ പെണ്ണായിരുന്നല്ലോ. ഈ വീട്ടിലെ മൂത്ത മകന്റെ ഭാര്യയ്ക്കാ അതിനുള്ള അവകാശം. സ്വാതിയ ഇപ്പോഴത്തെ ഇവിടത്തെ ഗൃഹനാഥ. എന്ന് ആര് പറഞ്ഞു? ഗൃഹനാഥ പോലും. വെല്ലിച്ചം വെറുതെ ആവശ്യമില്ലാത്ത പട്ടങ്ങളൊന്നും ആർക്കും ചാർത്തി കൊടുക്കാൻ നിൽക്കണ്ട.
കുടുംബകാവിൽ ഞാൻ വിളക്ക് കത്തിച്ചാ എന്താ? വിളക്ക് കത്തില്ലേ? ഗൗരി, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടില്ലേ, ഈ വീട്ടിൽ നടക്കുന്ന അനർത്ഥങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ അഭിപ്രായ വ്യത്യാസം അത് മാറണം. മോളെ, നീ ഈ വീട്ടിലെ മകളാ. നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ആചാരങ്ങൾ നിനക്കറിയാവുന്നതല്ലേ? പിന്നെയും മോൾ ഈ വാശി പിടിക്കുന്നത് വരാൻ പോകുന്ന വലിയൊരു ആപത്തിന്റെ സൂചനയാ. അപ്പോ ഈ വീട്ടില് ഗൗരിച്ചിക്കിന് ഒരു അവകാശം ഇല്ലെന്നാണോ? എന്ന് ആര് പറഞ്ഞു? ഇവിടെ ഉള്ള എല്ലാം ഇവളുടെയും കൂടിയാ. പിന്നെ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് നിയമം വേറെയല്ലേ നന്ദിനി? ഈ വീട്ടിൽ ഇപ്പൊ കാണുന്ന വിഘ്നങ്ങൾ ഒഴിയണമെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കണം. നീലിന്റെയും ഗിരിയുടെയും കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മാത്രമേ ഇവിടുത്തെ അനർത്ഥങ്ങൾ മാറൂ. ഞാൻ ഏഴാറ്റൂർ ഇല്ലത്തെ തിരുമേനിയുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ പ്രതിവിധിയാ. എന്ത് പ്രതിവിധി ചെയ്യാനും ഞങ്ങൾ തയ്യാറാ. അച്ഛൻ പറഞ്ഞോളൂ. ഞാൻ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രായശ്ചിത്തം ചെയ്യണം. ഒപ്പം എൻ്റെ 2 ആൺമക്കളും അവരുടെ ഭാര്യമാരും വന്ന് കർമ്മങ്ങൾ ചെയ്ത് നല്ല കുഞ്ഞുങ്ങളെ തരാൻ പ്രാർത്ഥിക്കണം. അത് ശരി. അപ്പൊ ഇതായിരുന്നല്ലേ ഇത്ര വലിയ ആലോചന? കാര്യത്തോടടുത്തപ്പോ ഞാൻ വേണ്ട. എനിക്ക് നല്ല കുട്ടികളുണ്ടാവണ്ട, ഇവർക്ക് നല്ല കുട്ടികളുണ്ടായാൽ മതി. അതും ഞാൻ തിരുമേനിയായിട്ട് സംസാരിച്ചു. അതിന് നീ രാജീവിനെയും കൂട്ടി ആദ്യം പോകേണ്ടത് അവന്റെ കുടുംബക്ഷേത്രത്തിലേക്കാ. അവിടെ പോയി വേണം അനുഗ്രഹം വാങ്ങാൻ. ഇതെല്ലാമേ എന്നെ ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച കള്ളക്കഥകളാ. ഞാനിത് വിശ്വസിക്കില്ല. ഗൗരി, ദേ, നീ ആദ്യം അച്ഛൻ പറയുന്ന അനുസരിക്ക്. വെറുതെ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കരുത്. ഇത്ര സെൽഫിഷ് ആയിട്ട് ചിന്തിക്കരുത് നീലെ. നിങ്ങളുടെയൊക്കെ കാര്യം യഥാവിധി, എന്റെ കാര്യം വരുമ്പോ തോന്നിയ പടി. ഗൗരി, നീ അങ്ങനെ പറയരുത്. അച്ഛാ, നമുക്ക് ഗൗരിയും കൂടി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയാലോ? വേണ്ട. അങ്ങനെ ആരുടെയും അപമാനം സഹിച്ചു വരാനേ ഈ ഗൗരിയെ കിട്ടില്ല. നിങ്ങളുടെ കൂടെ ഞാൻ വരേണ്ടത് ഇവൾ അവിടെ വിളക്ക് കൊളുത്തുന്നത് കാണാനല്ലേ? അതിനും ഗൗരിയെ കിട്ടില്ല. ആചാരങ്ങളും നിയമങ്ങളും എന്തായാലും ഈ ഗൗരി കുടുംബക്ഷേത്രത്തിൽ വരുന്നത് അവിടെ വിളക്ക് കൊളുത്താൻ വേണ്ടി മാത്രമായിരിക്കും. അല്ലാതെ ആരുടെയും ഔദാര്യവും ദയൊന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ അച്ഛന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. ഓർമ്മയിൽ ഒരു ചിത്രം പോലും എനിക്ക് ഇവരാരും കാണിച്ചു തന്നിട്ടുമില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, നല്ല ഒന്നാന്തരം അച്ഛന് ജനിച്ച കുട്ടിയാ ഞാൻ. ഓർത്തോ, എന്റെ മനസ്സ് വേദനിപ്പിച്ച എല്ലാവരും അനുഭവിക്കും. വെല്ലിച്ച, ഈ വീട്ടിലെ യഥാർത്ഥ അനർത്ഥങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഇവൾക്ക് വേണ്ടി എന്നെ ചവിട്ടി മെതിക്കുന്നവരെ ഒരിക്കൽ എനിക്ക് വേണ്ടി കരയും. കാത്തിരുന്നോ എല്ലാവരും. അച്ഛാ, ഞാൻ പറയുന്നത് ഗൗരി തന്നെ ക്ഷേത്രത്തിൽ വിളക്ക്. വേണ്ട, നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. നാളെ തന്നെ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോകുന്നു. ഈ കാര്യത്തിൽ ഇനിയൊരു ചർച്ചയില്ല. ക്ഷേത്രത്തിലെ വിളക്ക് നീ തന്നെ കൊളുത്തും. ആചാരങ്ങൾ വാശി തീർക്കാനുള്ളതല്ല. മനസ്സിലായോ? കുറച്ച് മസിൽ കൂടി വേണം. ബോഡി നല്ല സിനിമ നടന്മാരെ പോലെ ആക്കണം. ജിമ്മിൽ പോയി വീണ്ടും മസിൽ ഉരുട്ടി തുടങ്ങണം. ഇനി പ്രോട്ടീൻസ് ഉള്ള ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കൂ. രാജീവേട്ടൻ ഇവിടെ മുറിയിലും മസിലും പെരുപ്പിച്ചിരുന്നോ? അവിടെ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ? എന്താ ഗൗരി, അവിടെ എന്താ പ്രശ്നം? എന്താ പ്രശ്നമൊന്നോ? ദേ, താഴെ 2 മരുമക്കളെയും കുടുംബക്ഷേത്രത്തിൽ പൂജയ്ക്ക് കൊണ്ടുപോയിട്ടേ നല്ല സന്താനങ്ങളെ ജനിപ്പിക്കാനുള്ള പുറപ്പാടില്ല വല്യച്ഛൻ. അതിന് ഞാൻ എന്ത് വേണം? പൂജയ്ക്ക് നീയും പോണം. അതിന് എന്നെ കൊണ്ടുപോവില്ലല്ലോ എന്ന് ആര് പറഞ്ഞു? വല്യച്ഛൻ. അല്ലാതെ ആര് പറയാനാ? വല്യച്ഛൻ നിന്നോട് അങ്ങനെ പറഞ്ഞോ? നീ എന്താ ഈ വീട്ടിലെ അല്ലേ? ഈ വീട്ടിലെയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനേ രാജീവേണ്ട കുടുംബക്ഷേത്രത്തിൽ പോയി അനുഗ്രഹം മേടിക്കണമെന്നാ ഇപ്പൊ വല്യച്ഛൻ പറയുന്നത്. നമ്മുടെ കുഞ്ഞ് ജനിക്കേണ്ടത് രാജീവേണ്ട വീട്ടിലാണത്രേ. എന്താ രാജീവേണ്ടത് സമ്മതമാണോ? നിനക്കിഷ്ടം അതാണെങ്കിൽ എനിക്കും അതാ ഇഷ്ടം. കുന്തം കൊല്ലു ഞാൻ. എന്റെ കുഞ്ഞെ ഈ വീട്ടിലാ ജനിക്കേണ്ടത്. മതി, ഈ വീട്ടിൽ ജനിച്ചാ മതി.
എന്ത് ചോദിച്ചാലും പഴന്തുണി പോലെ അങ്ങോട്ടിട്ടാ അങ്ങോട്ട്, ഇങ്ങോട്ടിട്ടാ ഇങ്ങോട്ട്. ദേ രാജീവേട്ടാ, എന്റെ കുഞ്ഞെ ഈ വീട്ടിൽ തന്നെ ജനിക്കണം. അതെന്റെ ഒരു വാശിയാ. അതിന് നീ ഗർഭിണിയാവണ്ടേ? അല്ലാതെ എങ്ങനെയാ കുഞ്ഞിനെ പ്രസവിക്കുന്നേ? എനിക്ക് ഉടനെ ഗർഭിണി ആവണം, കുഞ്ഞിനെ പ്രസവിക്കുകയും വേണം, അതും ഈ വീട്ടില്. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ ഉടനെ ഒരുക്കങ്ങൾ തുടങ്ങാം. എന്തൊരുക്കം? അല്ല, നീ ഗർഭിണിയാകാനുള്ള ഒരുക്കങ്ങളെ. അവരുടെ മക്കൾ ഈ വീട്ടിൽ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞു വേണം ജനിക്കാൻ. എങ്കിലേ ഈ കുടുംബത്തിൽ ആദ്യം ജനിക്കുന്ന കൺമണിയായിട്ട് നമ്മുടെ കുഞ്ഞു വളരും. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഗൗരി പറയുന്ന പോലെ ഞാൻ ചെയ്യാം. അവർക്ക് മുന്നേ ആരും അറിയാതെ നമ്മൾ ക്ഷേത്രത്തിൽ പോയി അനുഗ്രഹം മേടിക്കണം. ഇവിടെ ഒരു കുഞ്ഞുങ്ങൾ പോലും അറിയാതെ വേണം നമുക്ക് പോവാൻ.